ഈ സ്ഥാപനം അന്ന് മഹാനവറുകളുടെ ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. മാത്രമല്ല ഇപ്പോൾ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, ഞാൻ വ്യക്തമാക്കി പറയില്ല, നിങ്ങളെ മനസ്സുകൊണ്ട് ഓർത്തോളൂ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാഴ്ചയോ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അത് മുഴുവനും അന്ന് താജുൽമയും നൂറുൽമയും സുൽത്താനുൽമയും കൻസുൽമയും എടുത്ത തീരുമാനങ്ങൾ 100% ശരിവെക്കുന്നതാണ് എന്ന് നമുക്ക് 10, 40, 35 കൊല്ലം കഴിയുമ്പോൾ അത് തെളിവായിക്കൊണ്ടുവരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് എന്താണെന്ന് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ എന്താണ് പേര് എന്തെന്ന് അള്ളാഹുവിൽ അങ്ങനത്തെ നമ്മൾ ഇന്ന് വേണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ പോയിട്ടില്ല, ഇന്നലെ വിദ്യാഭ്യാസപരമായി അവിടെയും പറയണമെന്ന് വിചാരിച്ചു, മുസാഫർക്കുമായ മുസാഫറിയും പറയണമെന്ന് വിചാരിച്ചു. കാരണം നമ്മളായി നിൽക്കണം. മറ്റുള്ളവരെ കാണുന്ന നമ്മളുടെ ട്രോളുമ്പോൾ അതൊരു ആവേശമായി അതവർ ശത്രുത മനസ്സിലാക്കി പിന്നെയും അവർ ഒന്നിക്കാൻ നോക്കും. അതുപോലെ ഇന്നലത്തെ പത്രത്തിൽ കണ്ടല്ലോ, സമസ്തനീയം ഒന്ന് തന്നെയാണ് എന്ന്. ആ നിലക്കുള്ള ചിന്ത വരും. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ കഴിയുന്ന നമ്മൾ സമസ്ത കേരള ജമിയത്തുലമ ഉണ്ടാക്കിയത് ആ കാലം മുതൽ എന്നിവരെയും അതിൻ്റെ മെയിൻ റൂട്ടിൽ തന്നെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. മറ്റുള്ളവർ ഇവിടെ പോകുന്നു വരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയോ അത് നമ്മൾ ചർച്ച ചെയ്യുകയോ നമ്മളത് പരിഹാസ്യപ്പെടുത്തുകയോ ചെയ്യരുത് എന്നാണ് എനിക്ക് ഈ സമയത്ത് യഥാർത്ഥ ദീന് അത് അല്ലാഹു നിലനിർത്തും. അതിൻ്റെ കാരണക്കാരാണ് നമ്മുടെ പണ്ഡിതന്മാർ, അതിൻ്റെ സബബുകളും കാരണക്കാരുമാണ് നമ്മൾ എന്ന് മാത്രം മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല, ഇവിടെ വിശദമായി സംസാരിക്കേണ്ട ആൾക്കാരിലുണ്ട്. ഏതായാലും നമ്മുടെ സമ്മേളനം വിജയിപ്പിക്കണം. നമ്മുടെ സ്ഥാപനത്തിൻ്റെ സമ്മേളനം എന്ന് പറയുമ്പോൾ ഇപ്പം മർക്കസായാലും മഅ്ദിനായാലും ശരി, ഏത് ഇവിടെ മുഹിമ്മത്തായാലും എല്ലാ സമ്മേളനവും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആദർശത്തിനെ വളർത്തുക എന്നാണ്. ഭാവി തലമുറയെ ആ ആദർശത്തിലേക്ക് ആവേശമുള്ളവരായി അത് ഏറ്റെടുക്കാനുള്ള പ്രോത്സാഹനം അവർക്ക് ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ. അല്ലെങ്കിൽ 2-3 ദിവസത്തെ ആവശ്യമുള്ള ഒരു സ്ഥലത്ത് കൊടുത്താൽ മതിയല്ലോ. വൈകുന്നേരം ഒരു യോഗം ചേർന്ന് അസ്രസ്കരിച്ചിട്ട് കൊടുത്താൽ യശാവുമ്പോൾ എല്ലാവർക്കും തിരിയാം. പക്ഷെ അതിൽ ആ സാഹചര്യം കൈമുതലാക്കിക്കൊണ്ട് അത് മുതലെടുത്തുകൊണ്ട് കഴിയുന്നത്ര നമ്മുടെ ആദർശ പ്രസ്ഥാനത്തെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ഏകദേശം 2 മാസത്തോളമായി നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നല്ല ഇസ്സത്തിലായി അള്ളാഹു അത് നവംബർ 24 പൂർത്തിയാക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു.